ചേച്ചി എവിടെ നിന്നാ വരണേ? പാലക്കാട് നിന്ന് 25 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മകൻ തൊഴുന്നതിലൊരു ഐശ്വര്യം അഭിവൃദ്ധിയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. പാലക്കാട് നിന്ന് രാവിലെ 6 മണിക്ക് എത്തിയത്. ആലപ്പുഴ രാത്രി വന്നതാ. പാലക്കാട് നിന്ന് എത്തിയ കുടുംബങ്ങളൊക്കെയാണ്. എവിടെ നിന്നാ? പട്ടാമ്പി, പാലക്കാട് ജില്ല പട്ടാമ്പി. 2-3 കൊല്ലമായി വരുന്നു. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് വരാൻ സാധിക്കുന്നു. വളരെ കണ്ണൂര് വരാറുണ്ട് എപ്പോഴും? 8 വർഷമായി വരുന്നത്. വീണ്ടും വീണ്ടും ദേവി ഇങ്ങോട്ടേക്ക് വരാൻ പ്രേരിപ്പിക്കും. എല്ലാം സാധിച്ചു തരുന്നുണ്ട് ദേവി. നല്ലതായിട്ട് വരുന്നത് തന്നെ. എവിടെ നിന്നാ വരണേ? കളിപ്പറമ്പ്. ആദ്യമായിട്ട് വരുന്നത് പറയുന്നത്. അതായത് ആദ്യമായിട്ട് വരുന്നവരുണ്ട്, 10 വർഷമായിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് നാളുകളായിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. എവിടെ നിന്നാ വരുന്നത്? തൊടുപുഴ. വരാറുണ്ടോ ഇവിടെ? 3 വർഷമായി. ഇന്നലെ ഇവിടെ ഒന്ന് വിരിച്ചിരുന്നാണ്. ഞങ്ങൾ മൂന്നിടത്ത് തൊഴുകര. അപ്പോൾ ഇന്ന് വിരിച്ചെന്ന് ഞങ്ങൾ ഇന്നലെ ഇന്നലെ രാവിലെ ഇവർ വന്നു. ഞാനവിടെ കടന്നിട്ട് പോയി ഫ്രഷ് ആയിട്ട് പിന്നെ വന്നോളൂ. തീർച്ചയായിട്ടും ഈ മകന്നാളിൽ ആ ദേവിയെ തൊഴുത് മടങ്ങുവാൻ അങ്ങനെ അനേകായിരങ്ങൾ ഇവിടെ എത്തുന്നു എന്നാണ്. അമ്മ എവിടെ നിന്നാ പറഞ്ഞേ? വൈക്കം തലയാഴം കേട്ടോണ്ട ബണ്ട് റോഡ് വെച്ചൂര് അവിടുന്ന്. എല്ലാ കൊല്ലം വരാറുണ്ട്. ഇനിയിപ്പോൾ വൈക്കത്തേക്ക് നിങ്ങൾക്ക് വരാമല്ലോ, അവിടെ ഇതല്ലേ. ഞങ്ങളെല്ലാ വർഷവും വരും. പിന്നെ ഡെയിലി വന്നോണ്ടില്ല. ഇപ്പോൾ വരാൻ മേലാതെയൊക്കെ ഏപ്പാട് വരാതെ ആയത്. എല്ലാ ആഴ്ചയിലും വരുമായിരുന്നു. ഞങ്ങൾ പന്തിരടി പൂജയൊക്കെ തൊഴുതിട്ടേ പോകുമായിരുന്നു. ഇപ്പം മേല, അതുകൊണ്ടാണ് വരും. മേലെങ്കിലും വരും. വൈക്കത്തെ നടക്കുറത്ത് പാട്ട് തുടങ്ങി കേട്ടാ. 17-ാം തീയതി. തീർച്ചയായിട്ടും അങ്ങനെ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി അങ്ങനെ ഒരു കൂടിക്കാഴ്ചയും ഒക്കെ ഉണ്ട്. കാരണം മണിക്കൂറുകളായിട്ട് ക്യൂ നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ അവർ പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ പങ്കുവെക്കുന്ന ഒരു ഇടം കൂടിയാണ്. നിമിഷമാണ് ഈ മകം നാൾ എന്ന് പറയുമ്പോൾ. ചോറ്റാനിക്കര അമ്മ സർവാഭരണ വിഭൂഷിതയായി പ്രത്യേക ചൈതന്യത്തോടുകൂടി പരാശക്തി ദേവി വിവിധ ഭാവങ്ങളോടുകൂടി ദേവിയെ ദർശിക്കാൻ കഴിയുക എന്നത് ഒരു മഹാപുണ്യ നിമിഷമാണ്, അസുലഭ നിമിഷമാണ്. നമുക്ക്